വെൽക്കം ടു ലേണിംഗ് നോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് MS ഓഫീസ് ആണ്. ഓക്കെ, സോ നമ്മൾ MS ഓഫീസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, അതായത് PPTയും അതുപോലെ തന്നെ എക്സലും അതുപോലെ തന്നെ വേർഡും ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും കൂടി ഉള്ള ഒരു MCQയുടെ സെഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോസോഫ്റ്റ് വേർഡ് ഇസ് എ ഡാഷ് സോഫ്റ്റ്വെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി കമ്പൈലേഴ്സ്, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്ഷൻ ഡി ഇസ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. ഈ ഓപ്ഷൻ തന്നിട്ടുള്ള 4 സോഫ്റ്റ്വെയർസിൽ ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ ദ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്താണ് MS വേർഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഏതായിരിക്കും ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, which is not an edition of MS Word? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ, തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് MS വേർഡിന്റെ എഡിഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് MS വേർഡിന്റെ എഡിഷൻ, വിച്ച് ഇസ് നോട്ട് ആൻ എഡിഷൻ എന്ന് ചോദിച്ചാൽ എഡിഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: MS Word 2003, MS Word 2007, option C MS Word 2010 and MS Word 100. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഏതാണ് വിച്ച് ഇസ് നോട്ട് ആൻ എഡിഷൻ ഓഫ് MS Word എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് MS Word 1020. ഇത് ഒരിക്കലും എന്തല്ല, ഒരു MS വേർഡിന്റെ എഡിഷൻ അല്ല. സോ ബാക്കിയുള്ള 3, അതായത് 2003, 7 ആൻഡ് 2010 എല്ലാം തന്നെ എന്താണ്? MS വേർഡിന്റെ എഡിഷൻ ആണ്. MS Word 1020 എന്ന് പറയുന്ന ഒരു എഡിഷൻ MS വേർഡിന് ഇല്ല. സോ വിച്ച് ഇസ് ദി right answer here. Okay, next question, which of the following is an example of page orientation? തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് പേജ് ഓറിയന്റേഷൻ എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാൻഡ്സ്കേപ്പ്, ഓപ്ഷൻ ബി സബ്സ്ക്രിപ്റ്റ്, ഓപ്ഷൻ സി സൂപ്പർസ്ക്രിപ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് A4. ഈ പറഞ്ഞ 4 ലാൻഡ്സ്കേപ്പ്, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ് അതുപോലെ A4. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ഒരു പേജ് ഓറിയന്റേഷന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലാൻഡ്സ്കേപ്പ് ആണ്. കാരണം ഐ വിൽ ടെൽ യു, പേജ് ഓറിയന്റേഷൻ നമുക്കുള്ളത് 2 ടൈപ്പിലായിരിക്കും ഉണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ പോർട്രേറ്റ്. ഏതൊക്കെയാണ്? ലാൻഡ്സ്കേപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ പോർട്രേറ്റ്. ഈ 2 രീതിയിലായിരിക്കും എന്തുണ്ടാവുക, നമുക്ക് പേജ് ഓറിയന്റേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആണ്. ഇനി ഈ ഒരു ഗിവൺ ക്വസ്റ്റ്യൻ തന്നെ പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് എന്ന് പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് പേജ് ഓറിയന്റേഷൻ തന്നെയാണ്. സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, A4 ഇവർ 3 പേരും എന്തല്ല, ഒരു പേജ് ഓറിയന്റേഷൻ അല്ല, പേജ് ഓറിയന്റേഷന്റെ എക്സാമ്പിൾ അല്ല. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ പേജ് ഓറിയന്റേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈതർ ലാൻഡ്സ്കേപ്പ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലാൻഡ്സ്കേപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, which of the following software is used for making a resume? ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളതാണ്. എന്താണ് റെസ്യൂമെ പറയുന്നത്? റെസ്യൂമെ ഇസ് എ കൈൻഡ് ഓഫ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ ജോബിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കുള്ള ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ CV അതുപോലെ തന്നെയുള്ള ഒരു സാധനം റെസ്യൂമെ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോർമലി റെസ്യൂമെ ഉണ്ടാക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ MS Excel, ഓപ്ഷൻ ബി MS Word, ഓപ്ഷൻ സി JC ആൻഡ് ഓപ്ഷൻ ഡി ഈസ് Java. ഈ പറഞ്ഞ 4 ഓപ്ഷൻസും ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു റെസ്യൂമെ മേക്ക് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് MS Word. ഓപ്ഷൻ ബി MS Word ആണ് കറക്റ്റ് ആൻസർ. MS Word യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു റെസ്യൂമെ ഒക്കെ നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. ബട്ട് ഇന്ന് നമുക്ക് റെസ്യൂം ബിൽഡർ, CV ബിൽഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ നോർമലി ഒരു സ്റ്റാൻഡേർഡ് റെസ്യൂമെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? MS Word ആണ് കേട്ടോ.
The next question, which enables us to send the same letter to different people. അതായത് ഒരേ ലെറ്റർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പീപ്പിളിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ അത് സെൻഡ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് യു ആർ വർക്കിംഗ് ഫോർ എൻ ഓർഗനൈസേഷൻ, ഒരു മാനേജർക്ക് അവരുടെ താഴെയുള്ള എല്ലാ ടീമേറ്റ്സിനും ഒരേ കൈൻഡ് ഓഫ് ലെറ്റർ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് മേക്സ് ദം എനേബിളിംഗ് ടു സെൻഡ് ദിസ് കൈൻഡ് ഓഫ് ലെറ്റേഴ്സ് ടു ഡിഫറെന്റ് പീപ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാക്രോസ്, ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ സി മെയിൽ മെർജ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദിസ്. ഈ പറഞ്ഞ 4 ഓപ്ഷൻസിൽ എന്ത് എനേബിൾ ചെയ്യുന്നു? സെയിം ലെറ്റർ മൾട്ടിപ്പിൾ പീപ്പിളിന് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനേബിൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെയിൽ മെർജ് ആണ് കേട്ടോ. സോ ദ മെയിൽ മെർജ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരേ കൈൻഡ് ഓഫ് ലെറ്റർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഫറെന്റ് പീപ്പിളിന് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ വേർഡിൽ വരുന്ന ഒരു മെനു അല്ലെങ്കിൽ ഒരു ഫീച്ചർ ആണ് എന്ത് മെയിൽ മെർജ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഫൗണ്ട് ഇൻ വേർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which can be used for quick access to commonly used commands and tools. അതായത് ഈ commonly used command അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ നമുക്ക് ക്വിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ബി ടൂൾ ബാർ, ഓപ്ഷൻ സി മെനു ബാർ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ടൈറ്റിൽ ബാർ. ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് എവിടെയാണ് നമുക്ക് ആക്സസ് ടൂൾ ബാർസ് നമുക്ക് അവൈലബിൾ ആവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടൂൾ ബാറിലാണ് നമുക്ക് ഈ ആക്സസ് നമുക്ക് അവൈലബിൾ ആവുക. സോ ക്വിക്ക് ആക്സസ് നമുക്ക് യൂസർക്ക് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ക്വിക്ക്ലി നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യേണ്ട ഫീച്ചേഴ്സിനെ എല്ലാം തന്നെ നമുക്ക് ടൂൾ ബാറിന്റെ ടൂൾ ബാറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് സേവ്, അൺഡു, റീഡു ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലായിരിക്കും. Next question, select all the text in MS Word document by. എങ്ങനെയാണ് നമ്മൾ MS ഡോക്യുമെന്റ് സെലക്ട് അതായത് നമ്മൾ ഡോക്യുമെന്റ് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ Ctrl+S ആണോ, Ctrl+1 ആണോ, Ctrl+A ആണോ, അതോ Ctrl+V ആണോ? ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ഇൻ ഓർഡർ ടു സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് ഇൻ ദി ഡോക്യുമെന്റ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ CTRL+S എന്ന് പറയുന്നത് നമ്മൾ ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, CTRL+S എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CTRL+. ഇനി CTRL+1 അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ സിംഗിൾ ലൈൻ സ്പേസിംഗ്, അതായത് സിംഗിൾ ലൈൻ സ്പേസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ CTRL+1 നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി CTRL+A കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CTRL+A നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ CTRL+V. സോ Ctrl+V എന്ന് പറയുന്നത് നമ്മൾ പേസ്റ്റ് ഓപ്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോ Ctrl+A to save, Ctrl+1 for line spacing and Ctrl+A എന്ന് പറയുന്നത് സെലക്ട് ആളും, അതുപോലെ തന്നെ Ctrl+V എന്ന് പറയുന്നത് പേസ്റ്റ് ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് എന്ന് പറയുന്ന പേജിൽ നമുക്ക് കൊടുക്കാം Ctrl+Aയിലാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഏതാണ്? Ctrl+A. ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, ബി അല്ല. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. Ctrl+A ആണ് എന്ത് വരുന്നത്? സെലക്ട് ആളിന് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി Ctrl+N ഈസ് യൂസ്ഡ് ടു. Ctrl+N എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു കമാൻഡ് നമ്മൾ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓപ്ഷൻ എ സേവിംഗ് ദ ഡോക്യുമെന്റ്സിനാണോ, ഓപ്ഷൻ ബി ഓപ്പൺ എ ഡോക്യുമെന്റ് അതിനാണോ, ഓപ്ഷൻ സി ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് അതിന് വേണ്ടിയിട്ടാണോ, അതോ ഓപ്ഷൻ ഡി ക്ലോസ് ദ ഡോക്യുമെന്റ് ആണോ? ഇതിൽ ഏതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ Ctrl+N എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ്, ഒരു പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+N നമ്മൾ ഉപയോഗിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which view headers and footers are visible? ഏത് വ്യൂവിലാണ് നമുക്ക് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പേജ് ലേഔട്ടിലാണോ നമുക്ക് ഉണ്ടാവുക, ഓപ്ഷൻ ബി നോർമൽ വ്യൂവിലാണോ ഉണ്ടാവുന്നത്,
അത് ഓപ്ഷൻ സി ഡിഫോൾട്ടിലാണോ ഉണ്ടാവുക, അത് ഓപ്ഷൻ ഡി പ്രിന്റ് ലേഔട്ടിലാണോ ഉണ്ടാവുക? ഏത് വ്യൂക്കകത്താണ് നമുക്ക് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പ്രിന്റ് ലേഔട്ട്. പ്രിന്റ് ലേഔട്ടിലാണ് നമുക്ക് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമുക്ക് വിസിബിൾ ആയിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. സോ പേജ് ലേഔട്ടിലോ അല്ലെങ്കിൽ നോർമലിലോ അല്ലെങ്കിൽ ഡിഫോൾട്ട് പേജിലോ മുഴുവനും അല്ല ഉണ്ടാവുന്ന ഏതിലായിരിക്കും? പ്രിന്റ് ലേഔട്ടിലായിരിക്കും എന്തുണ്ടാവുക? ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമുക്ക് വിസിബിൾ ആയിട്ട് ഉണ്ടാവുന്നത്. ഇനി how do you display current date only in MS Excel? MS Excel നമുക്ക് current date നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡേറ്റ് മെനുവിലാണോ ഉണ്ടാവുക, അത് ഓപ്ഷൻ ബി ടുഡേയിലാണോ ഉണ്ടാവുക, നൗവിലാണോ ഉണ്ടാവുന്നത്, അതോ ടൈമിൽ? ഇതിൽ ഏതിലാണ് നമുക്ക് ഈ പറയുന്ന കറന്റ് ഡേറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇന്നത്തെ ഡേറ്റ് എന്താണ്, അതായത് സീരിയൽ വാല്യൂ ഓഫ് ദ ഡേറ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ടുഡേ. ടുഡേ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എന്താണോ, ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്താണോ, ഇന്നിപ്പോ 21-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 21st ആണെന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ടുഡേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്താണോ അതിന് വേണ്ടിയിട്ട്. ഇനി നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റും ടൈമും, അതായത് ഇന്ന് 21 ഫെബ്രുവരി 21 2024 ആൻഡ് ദ ടൈം ഈസ് വന്ന് 12 o'clock ആണെങ്കിൽ 12 PM ആണ് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നൗ നമ്മൾ യൂസ്. ഇനി നെക്സ്റ്റ് വൺ ടൈം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു അസംബിൾ ദി പ്രോപ്പർ ടൈമിനെ നമ്മൾ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇനി കറന്റ് ഡേറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയി ടുഡേ എന്ന് പറയുന്നതിലാണ് എന്ത് നമുക്ക് കറന്റ് ഡേറ്റ് നമുക്ക് എക്സലിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക കേട്ടോ. ഇനി നെക്സ്റ്റ് വാട്ട് ഡസ് കൗണ്ട് എ ഫംഗ്ഷൻ ഡു? ഇനി കൗണ്ട് എ ഫംഗ്ഷൻ എന്താണ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗണ്ട്, അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് കൗണ്ട് സെൽസ് ഹാവിംഗ് ആൽഫബറ്റ്സ് ഉള്ള സെൽസിനെ മാത്രമാണ് കൗണ്ട് ചെയ്യുക. ഇനി ഓപ്ഷൻ ബി കൗണ്ട്സ് എംപ്റ്റി സെൽസിനെ മാത്രം കൗണ്ട് ചെയ്യും. ഓപ്ഷൻ സി കൗണ്ട് സെൽസ് ഹാവിംഗ് നമ്പർ ഉള്ള സെല്ലിനെ മാത്രം കൗണ്ട് ചെയ്യുക. ഓപ്ഷൻ ഡി കൗണ്ട്സ് നോൺ എംപ്റ്റി ആയിട്ടുള്ള എല്ലാ സെല്ലിനെയും കൗണ്ട് ചെയ്യും. അപ്പൊ ഇതിൽ ഏതാണ് കൗണ്ട് എ ഫംഗ്ഷൻ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗണ്ട് എ ഫംഗ്ഷൻ എംപ്റ്റി അല്ലാത്ത ഷീറ്റിലുള്ള എല്ലാ സെല്ലും, അതായത് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള എല്ലാ സെല്ലിനെയും, അതായത് എന്തുമാവാം, ആൽഫബറ്റ്സ് ആവാം, നമ്പേഴ്സ് ആവാം, ഈ പറയുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവാം, എന്തുമാവാം, അതിനെ എല്ലാം തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? കൗണ്ട് എ ഫംഗ്ഷൻ. അതായത് നമ്മുടെ കയ്യിലുള്ള ഷീറ്റിലുള്ള നോൺ എംപ്റ്റി ആയിട്ടുള്ള എല്ലാ സെല്ലിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? കൗണ്ട് എ സെൽ ഉപയോഗിക്കുക. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പെർട്ടിക്കുലർ ഏരിയയിൽ ഏതൊക്കെ സെല്ലാണോ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ആ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? കൗണ്ട് ചെയ്യുക. അതായത് എത്ര സെല്ലാണ് ഈ പറയുന്ന നോൺ എംപ്റ്റി ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? കൗണ്ട് എ ഫംഗ്ഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് MS Excel സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. മൈക്രോമാക്സ് എക്സല്, മാനേജ്മെന്റ് എക്സല്, മൈക്രോസോഫ്റ്റ് എക്സല്, മൈക്രോസോഫ്റ്റ് എക്സസ്. അപ്പൊ MS Excel എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് MS Excel ഈസ് എ ഡാഷ്. എന്താണ് MS Excel എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇതൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ബി ഇതൊരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ സി ഇതൊരു വർക്ക് ബുക്ക് സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ഡി ഇതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. സോ MS Excel എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഇത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ല. ഇതൊരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണോ? അല്ല, ഇതൊരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറും അല്ല. ഇതൊരു വർക്ക് ബുക്ക് സോഫ്റ്റ്വെയർ ആണോ? MS Excel എന്ന് പറയുന്നത് ഒരു വർക്ക് ബുക്ക് ആണോ? അല്ല, ഇതൊരു വർക്ക് ബുക്കും അല്ല. പക്ഷെ MS Excel എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ. ഇനി
MS Excel 2019 has a row limit of എന്ന് പറഞ്ഞത്, അതായത് MS Excel 2019 റോ ലിമിറ്റ് എത്രയാണെന്നാണ്. ഓപ്ഷൻ എ 10,48,576. നെക്സ്റ്റ് ഓപ്ഷൻ ബി 48,10,576. ഓപ്ഷൻ സി 16,384. and option D is 1,57,648. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഈ പറയുന്ന റോ ലിമിറ്റ് ഓഫ് MS Excel 2019 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 10,48,576 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ MS Excelന്റെ 2019 റോ ലിമിറ്റ് എന്ന് പറയുന്നത് 10,48,576 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമുലാസ് ഇൻ എക്സൽ സ്റ്റാർട്ട്സ് വിത്ത്. അപ്പോൾ എക്സൽ ഉള്ള ഫോർമുല എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ സ്ലാഷ്, ഓപ്ഷൻ ബി ഫംഗ്ഷൻ ഡെഫ്, ഓപ്ഷൻ സി ഹൈഫൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഈക്വൽ ടു. ഇതിൽ ഏത് യൂസ് ചെയ്തിട്ടാണ് എക്സലിൽ ഫംഗ്ഷന്റെ ഫോർമുലാസ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഈക്വൽ ടു ആണ് കേട്ടോ. ഈക്വൽ ടു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന എക്സലിൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ഒരു സം ഓഫ് n നമ്പേഴ്സ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുക, നമ്മൾ നോർമലി എന്താ ഉണ്ടാവുക, a പ്ലസ് ബി പ്ലസ് എക്സെട്ര പ്ലസ് n ആണ് അല്ലേ. അപ്പൊ അതേപോലെ നമ്മൾ ഇതിന്റെ ഫോർമുല, അതായത് എക്സലിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യും, ആ സെല്ലിനകത്ത് ഈക്വൽ ടു നമ്മൾ ആദ്യം കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത്, ഈക്വൽ ടു ബ്രാക്കറ്റ് നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ടു കൊടുത്താൽ തന്നെ എന്ത് മനസ്സിലാവും, നമ്മുടെ എക്സലിന് മനസ്സിലാവും നമ്മൾ ഒരു ഫോർമുല ഇട്ടിട്ട് നമ്മളൊരു കണക്ക് ചെയ്യാൻ പോവാണെന്നുള്ളത്. അപ്പൊ ഈ a പ്ലസ് ബി പ്ലസ്, അതായത് നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആണോ വേണ്ടത് അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, അതെല്ലാം തന്നെ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യത്തെ വാല്യൂ എ, ഫസ്റ്റത്തെ വാല്യൂ എവിടെയാണോ അത് സെലക്ട് ചെയ്യുക, ആൻഡ് ദെൻ സെക്കൻഡ് വാല്യൂ എന്താണോ അത് സെലക്ട് ചെയ്യുക, ആൻഡ് ദെൻ ഈ ലാസ്റ്റ് വാല്യൂ എന്താണോ അത് വരയ്ക്ക് എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സി ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഔട്ട്പുട്ട് വരും. സോ എപ്പോഴും ഒരു ഫംഗ്ഷൻ ഇൻ MS Excel സ്റ്റാർട്ട്സ് വിത്ത് എന്താണ്, ഈക്വൽ ടു സിമ്പിൾ കേട്ടോ. ഈക്വൽ ടു സിമ്പിൾ വെച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, MS Excel നമ്മൾ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a file that contains one or more worksheets to organize data is known as. അതായത് ഒരു ഫയലാണ് contains one or more worksheets, കുറച്ച് വർക്ക്ഷീറ്റ്സ് എല്ലാം ഉണ്ട്, അതിനെല്ലാം തന്നെ നമ്മളൊരു ഡാറ്റയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വർക്ക് ബുക്ക് ആണോ, ഓപ്ഷൻ ബി എക്സൽ ബുക്ക് ആണോ, ഓപ്ഷൻ സി ഡാറ്റ ഷീറ്റ് ആണോ, അതോ ഓപ്ഷൻ ഡി സ്പ്രെഡ് ഷീറ്റ് ആണോ. ഈ പറയുന്ന കുറേ ഫയൽസ്, ഓക്കെ, ഒരു ഫയലാണ്, ഇറ്റ് കണ്ടെയ്ൻസ് മോർ വർക്ക്ഷീറ്റ്സ് കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡാറ്റ പോലെ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വർക്ക്ഷീറ്റ്സിനെ നമ്മൾ പറയുന്നത് വർക്ക് ബുക്ക് എന്നാണ്. ഓക്കെ, അതായത് വർക്ക്ഷീറ്റിന്റെ കളക്ഷനെ നമ്മൾ പറയുന്നത് എന്താണ്, വർക്ക് ബുക്ക് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫയലിനെ നമ്മൾ പറയുക എന്താണ്, വർക്ക് ബുക്ക് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, വർക്ക് ബുക്ക്. Next question, Microsoft Excel was first time launched in dash by the Microsoft Corporation. Microsoft Excel ഫസ്റ്റ് ടൈം ആയിട്ട് ലോഞ്ച് ചെയ്തത് ഏത് ഇയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇയറിലാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1991, ഓപ്ഷൻ സി 1995 ആൻഡ് ഓപ്ഷൻ ഡി 1998. എപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് എക്സൽ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1985 ആണ്. 1985 ഫസ്റ്റ് ആയിട്ട് MS എക്സലിനെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which of the following is used to save PowerPoint file? അതായത് PowerPoint ഫയൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ .pt, ഓപ്ഷൻ ബി .xsl, ഓപ്ഷൻ സി .ppt and ഓപ്ഷൻ D is .doc. ഈ പറയുന്ന ഏത് എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ഈ പറയുന്ന PowerPoint ഫയൽ നമ്മൾ സേവ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. .pt ആണോ? അല്ല. .xsl ആണോ? അല്ല. അത് നമ്മൾ എക്സൽ ഫയൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. .doc ആണോ? അല്ല. അപ്പൊ ഏത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫയൽ നമ്മൾ സേവ് ചെയ്യുക? നോർമലി നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? .ppt വെച്ചിട്ടാണ്. PowerPoint ഫയൽ നമ്മൾ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ppt ആണ് കേട്ടോ. Next question. What is the maximum zoom percentage in MS PowerPoint? MS PowerPoint ന്റെ maximum zoom percentage എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്രത്തോളം നമുക്ക് MS ന്റെ PowerPoint നമുക്ക് zoom ചെയ്യാൻ പറ്റും, എത്ര പെർസെന്റോളം നമുക്ക് അത് zoom ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 300%, ഓപ്ഷൻ ബി 400%, ഓപ്ഷൻ സി 100% and ഓപ്ഷൻ 50%. അപ്പൊ എത്രത്തോളം നമുക്ക് മാക്സിമം ആയിട്ട് നമുക്ക് MS ന്റെ PowerPoint നമുക്ക് സൂം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 400%. അപ്പൊ മാക്സിമം സൂം കപ്പാസിറ്റി ഓഫ് ദി PowerPoint പ്രസന്റേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 400% ആണ് കേട്ടോ. എത്രയാണ്? 400% ആണ് ഇതിന്റെ മാക്സിമം സൂം കപ്പാസിറ്റി അല്ലെങ്കിൽ സൂം പെർസെന്റേജ്. നമുക്ക് 400% വരെ നമുക്ക് MS ന്റെ PowerPoint നമുക്ക് സൂം ചെയ്യാൻ പറ്റും. Next question. In the current presentation, if we need to add a new slide, which of this is used? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസന്റേഷനിൽ ഒരു പുതിയൊരു സ്ലൈഡ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കമാൻഡ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ Ctrl+F, ഓപ്ഷൻ ബി Ctrl+N, ഓപ്ഷൻ സി Ctrl+M and ഓപ്ഷൻ ഡി is Ctrl+O. ഇതിൽ ഏത് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പുതിയ, അതായത് ഈ ഒരു കറന്റ് പ്രസന്റേഷനിൽ ഒരു പുതിയൊരു സ്ലൈഡ് നമ്മൾ ആഡ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+F ആണോ? അല്ല. Ctrl+N ആണോ? അല്ല. Ctrl+M ആണോ? അതെ. Ctrl+O ആണോ? അല്ല. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? Ctrl+M ആണ് കേട്ടോ. സോ Ctrl+M യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ കറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രസന്റേഷനിലേക്ക് ഒരു പുതിയ സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ബൈ യൂസിങ് Ctrl+M ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് മെനൂസ് വി ആക്സസ് ടെക്സ്റ്റ് ബോക്സ്, പിക്ചേഴ്സ്, ചാർട്ട്സ് എക്സെട്ര. അപ്പൊ ഈ ടെക്സ്റ്റ് ബോക്സ്, പിക്ചേഴ്സ്, ചാർട്ട്സ് ഇതെല്ലാം തന്നെ നമ്മൾ ഏത് മെനുന്നാണ് ആക്സസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യൂ, ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി ഇൻസേർട്ട്, ഓപ്ഷൻ സി എഡിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഫയൽ. ഇതിന്റെ ഏത് വ്യൂവിൽ നിന്നാണ്, ഏത് മെനുവിൽ നിന്നാണ് നമുക്ക് ടെക്സ്റ്റ് ബോക്സും പിക്ചേഴ്സും ചാർട്ട്സും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇൻസേർട്ടിലാണ് ടെക്സ്റ്റ് ബോക്സ്, പിക്ചേഴ്സ്, ചാർട്ട്സ് എല്ലാം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക ബൈ യൂസിങ് ദിസ് ഇൻസേർട്ട് മെനു എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a kind of animation? ആനിമേഷന്റെ കൈൻഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോളോയിങ് ഓപ്ഷൻസ് ഏതോ ഒന്ന് ആനിമേഷന്റെ അല്ല, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിവീൽ, ഓപ്ഷൻ ബി ഫേഡ്, ഓപ്ഷൻ സി സ്പ്ലിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് വൈപ്പ്. ഈ തന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ആനിമേഷന്റെ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിവീൽ ആണ്. റിവീൽ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ബിക്കോസ് റിവീൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ട്രാൻസിഷന്റെ ഒരു കൈൻഡ് ആണ്. ഓക്കെ, ദിസ് എ കൈൻഡ് ഓഫ് ട്രാൻസിഷൻ ഇൻ ദി പവർ പോയിന്റ്. ഇത് ആനിമേഷന്റെ അല്ല. ബാക്കിയുള്ള ഫേഡ്, സ്പ്ലിറ്റ്, അതുപോലെ തന്നെ വൈപ്പ്, ഇത് മൂന്നും എന്താണ്, ആനിമേഷന്റെ കൈൻഡ് ആണ്. ഇതിൽ ആകെ അല്ലാത്തത് റിവീൽ മാത്രമാണ്. റിവീൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഇൻ ട്രാൻസിഷൻ. നമ്മുടെ PPT ട്രാൻസിഷനിലെ ഒരു കൈൻഡ് ആണ് ഇത് റിവീൽ. ബാക്കിയുള്ള ഫേഡ്, സ്പ്ലിറ്റ്, വൈപ്പ് ഇതെല്ലാം തന്നെ എന്താണ്, ആനിമേഷൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the correct to find the sum of n numbers in MS Excel? MS Excel
നമ്മൾ സമ്മേഷൻ കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ്. ഇപ്പൊ ഒരു n നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എക്സിട്ര പ്ലസ് n ഇതാണോ? ഓപ്ഷൻ ബി ഈക്വൽ ടു സം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എക്സിട്ര പ്ലസ് n ആണോ? അതോ സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എക്സിട്ര പ്ലസ് n ഇതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഈക്വൽ ടു ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എക്സിട്ര പ്ലസ് n വെച്ച് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബൈ യൂസിങ് സം ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു സം എന്ന് കൊടുത്തിട്ട് സി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് സം ചെയ്യാനുള്ള എല്ലാ വാല്യൂസും സെലക്ട് ചെയ്യാം ആൻഡ് ദെൻ സി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ആൻഡ് ദെൻ എൻ്റർ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. രണ്ട് രീതിയിലാണ് നമ്മൾ സമ്മേഷൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബൈ യൂസിങ് സിഗ്മ യൂസ് ചെയ്തിട്ട് വാല്യൂസ് എല്ലാം തന്നെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മേഷൻ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് കേട്ടോ. എ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എക്സെട്ര പ്ലസ് n ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is used to make presentations യൂസ് ചെയ്യുന്നത് ഏതിലാണെന്ന്? MS Excel ആണോ, MS Word ആണോ, MS PowerPoint ആണോ, none of these ആണോ? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി MS PowerPoint ആണ് കേട്ടോ. which of the following command is used to print an existing document എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ Alt plus P ആണോ, ഓപ്ഷൻ ബി Control plus D ആണോ, ഓപ്ഷൻ സി Control plus Z ആണോ, ഓപ്ഷൻ ഡി Control plus P ആണോ? ആൻസർ എന്ന് പറയുന്നത് Control plus P ആണ്. Control plus P ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? print കമാൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. So hope you understood the concept and the MCQs on MS Office. Thank you.